ആ കൂട്ടം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. നിലവിട്ട മോദിയാണെങ്കിൽ ഗർജിക്കുകയാണ്. 400 സീറ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞ മോദി 3-ാം ഊഴം തനിക്കാണെന്ന് കട്ടായം പറയുന്ന മോദി പലങ്ങനെ പറയുന്നില്ല. വല്ലാത്ത പരക്കപ്പാച്ചില്ല. ആ പരക്കപ്പാച്ചിലെല്ലാം ഉള്ളത് ഗർജനങ്ങളാണ്. ആ ഗർജനങ്ങളെ ആണ് മോദി സ്വന്തം ഭാഗമായി കണ്ടതെങ്കിൽ മോദി രാഷ്ട്രീയത്തിന്റെ ഇവിടുത്തെ ബന്ധുക്കളായി മാറാനുള്ള അധപ്പതനം നേടിയ കോൺഗ്രസുകാർ ഇവിടെ അപവാദ പ്രചരണത്തിന്റെ ഭാഗമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപവാദ പ്രചരണം അതിന്റെ ഭാഗമായിട്ടാണ് പൊതു ക്യാമ്പയിനുകൾ, പൊതു രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരിക്കലും ചെയ്തുകൊള്ളാത്ത തരത്തിലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ ശൈലിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. വടകരയിൽ അവർ കാണിച്ചത് പൊറുക്കാനാകാത്ത തെറ്റാണ്. ഞാൻ മിതമായ വാക്ക് വെറുതെയായി. ആ വാക്ക് മിതമായ വാക്കാണ്. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നയിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. വാസ്തവത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംവാദ വേദിയിൽ എല്ലാ മാനവും മര്യാദയും ആദ്യമായി തകർത്തെറിയപ്പെട്ടത് 1959-ലാണ്. അന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് വിമോചന സമരം നയിച്ചത്. 59 വിമോചന സമരം. 57-ലാണ് ഗവൺമെന്റ് വന്നത്. 57-ല് ഗവൺമെന്റിനെ താഴ്ന്നിറക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ വിമോചന സമരം. ആ സമരത്തിന്റെ മൂർധന്യാവസ്ഥയാണ് 59-ലാണ് ആദ്യമായി സ്റ്റേറ്റ് ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് 356 ഉപയോഗിച്ച് വീഴ്ത്തിയത്. ജനാധിപത്യവാദിയായ നെഹ്റുവിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമാണ് ആ ജനാധിപത്യ ഹത്യയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നത്. അന്നാണ് രാഷ്ട്രീയത്തിലെ സംവാദങ്ങളിൽ മര്യാദകൾ, മൂല്യങ്ങൾ എല്ലാം പുച്ഛിച്ചിന്തപ്പെട്ടു. തെറിവിളികളും ഗുണ്ടായുസവും എല്ലാം അന്നാണ് ആദ്യമായിട്ട് രംഗത്ത് വന്നത്. അതുവരെ സംവാദങ്ങൾ രാഷ്ട്രീയമായിരുന്നു, ആശയപരമായിരുന്നു, തർക്കം നിലപാടിനെ ചൊല്ലിയായിരുന്നു. 59-ൽ കോൺഗ്രസ് അതിനെയെല്ലാം പൊടിച്ചടുക്കി രാഷ്ട്രീയത്തിലേക്ക് നാം പിന്നെ കണ്ട എല്ലാത്തരം തിന്മകളെയും അവർ കൂട്ടിക്കൊണ്ടുവന്നു. ആ കോൺഗ്രസ് ഇപ്പോൾ വടകരയിൽ അതിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ്. അമ്മ ബന്ധന്മാരുടെ വഴക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അറപ്പുളവാക്കുന്ന ശൈലിയുമായി, തന്ത്രങ്ങളുമായി ഈ നാടാകെ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ആ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം അവർ ചെയ്തത് മാപ്പില്ലാത്ത കുറ്റമാണ്. എനിക്ക് നല്ല ഉറപ്പാണ് UDF സ്ത്രീകൾ കോൺഗ്രസിലെ മുസ്ലിം ലീഗിലെ സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല. സ്ത്രീത്വം എന്ന ഒന്ന് എക്കാലവും ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ്. രാഷ്ട്രീയവേദമാകട്ടെ, പാർട്ടിവേദമാകട്ടെ, മുന്നണിവേദമാകട്ടെ, വിജയിക്കട്ടെ തോൽക്കട്ടെ, പക്ഷെ സ്ത്രീത്വം എല്ലാത്തിനേക്കാളും മികതയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ഞാൻ CPIക്ക് വേണ്ടി ആ നിലപാട് ഖണ്ഡിതമായി പറയുന്നു. സ്ത്രീത്വമാണ് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടത്. ഇന്ത്യയുടെ മൂല്യബോധങ്ങളുടെ പുരകാലം നോക്കിയാൽ പണ്ടേ പുരാണങ്ങളുടെ കാലത്ത് തന്നെ പറയുന്നത്, എവിടെയാണോ പെണ്ണിന്റെ കണ്ണുകൾ വീണത് അവിടെ മുടിയുമെന്നാണ് പറയുന്നത്. അത്രയും ഉദാത്ത സ്ഥാനമാണ് കൊടുത്തത് പെണ്ണിന് ഈ സമൂഹം. അവിടെയാണ് ഈ നടികെട്ട കളി കോൺഗ്രസ് കളിച്ചത്. അതിന് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല, സ്ത്രീകൾ മാപ്പ് കൊടുക്കില്ല,
കോൺഗ്രസിലെയും ലീഗിലെയും സ്ത്രീകൾ അതിനകത്ത് ഒട്ടും പ്രകടമായിരിക്കുകയില്ല. ഈ തെറ്റിന് പ്രായച്ചിത്തമായി അവർ UDF-കാരായ സ്ത്രീകൾ അവർ UDF-നെ കൈവിട്ടുകൊണ്ട് LDF-ന് വോട്ട് ചെയ്യും എന്ന സൂചനകൾ വേണ്ടുവോളമുണ്ട്. നമുക്കെല്ലാം സുഹൃത്തുക്കളില്ലേ UDF-ൽ, സ്ത്രീ സുഹൃത്തുക്കൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. അവർ പലരും പറയുന്നു ഇതുകൊണ്ട് മാത്രം ഇത്തവണ വോട്ടില്ല UDF. വടകര മാത്രമല്ല, കേരളത്തിലാകെ ചിന്തിക്കുന്ന സ്ത്രീകൾ, അഭിമാനബോധമുള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾ ഈ കാരണം കൊണ്ട് മാത്രം ഞങ്ങൾ UDF വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരെ ഇപ്പോൾ ഒരുപാട് പേരെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. അതൊരു പുതിയ ഡെവലപ്മെന്റാണ്, അത് തീക്കളിയാണ്, അത് ആവർത്തിക്കാൻ സമ്മതിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്.